ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയാൻ ഇത് മാരുതി സുസുക്കി ആൾട്ടോ K10 എന്നാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. ഓവർ ഹീറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളന്റ് ലീക്ക് ആയിട്ടാണ് വണ്ടി ഓവർ ഹീറ്റ് ആയത്. അപ്പോൾ ഏത് ഭാഗത്തും നമുക്ക് ആ കൂളന്റ് ലീക്ക് ആയത്, എന്തുകൊണ്ടാണ് ആ കൂളന്റ് അങ്ങനെ ലീക്ക് ആവാനുള്ള കാരണം നമുക്ക് നോക്കാം. നമ്മളിതിന്റെ ഇപ്പോൾ ഹെഡും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഹെഡ് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് കൂളന്റ് ലീക്ക് അയക്കുന്നത് ഈ ട്യൂബ് വഴിയാണ്. അതായത് ഇതിന്റെ ബൈപ്പാസ് വഴിയാണ്, വാട്ടർ പമ്പിന്റെ ബൈപ്പാസ് വഴിയാണ് ഇത് ലീക്ക് അയക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ ഫുള്ള് അടഞ്ഞും കാര്യങ്ങളൊക്കെ ഇരിക്കണം, മീൻസ് ഫുള്ള് തുരുമ്പായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇത് നേരെ പോകുന്നത് ഹെഡിന്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അതായത് ഹെഡിന്റെ ഈ സൈഡിലോട്ടാണ് ഇതിന്റെ ആ ഒരു ട്യൂബ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഹെഡിന്റെ അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഹെഡ് അഴിച്ചു വെച്ചേക്കുന്നതാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഈ സിലിണ്ടറിൽ, അതായത് ഇതിന്റെ മൂന്നാമത്തെ സിലിണ്ടറാണ് ഇത്. ഇതിൽ വെള്ളം ഇറങ്ങിയേക്കുന്ന പാടാണ് ഈ കാണുന്നത്. ഈ പരപര പോലെ വന്നേക്കുന്നത്, അതായത് വെള്ള പൊടി പൊടി പോലെ വന്നേക്കുന്നത് ഇതിന്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സിലിണ്ടർ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പക്ഷെ ഒന്നാമത്തെ സിലിണ്ടർ നോക്കുന്ന സമയത്ത് ഇവിടെയും വെള്ളം ഇറങ്ങിയിട്ട് ഈ പ്ലഗിന്റെ കോട്ടിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഹെഡ് ഗ്യാസ്കറ്റ് വരുന്നത്. ഹെഡ് ഗ്യാസ്കറ്റ് ഒക്കെ ശരിക്കും ദ്രവിച്ച് പോയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ ദ്രവിച്ച് മെറ്റല് ദ്രവിച്ച് പോയേക്കണം, മീൻസ് കൂളന്റ് ഒഴിക്കാതെ ഇത് ദ്രവിച്ച് പോയേക്കണം. ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് ചെളിയാണ് ഇതിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹെഡിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ്. കാരണം ഇത് ചെളി കൂടിയിട്ടാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, അതായത് കറക്റ്റ് ആയിട്ട് കൂളന്റ് ഒഴിക്കാതെ തുരുമ്പ് കയറിയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹെഡിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, ഈ ഭാഗത്തുനിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. അതാണ് ഈ രണ്ട് സിലിണ്ടറിനും നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയേക്കുന്ന പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഇതിനകത്ത് തുരുമ്പാണ്. അപ്പോൾ ഇതിന്റെ വെള്ളം ലീക്കായ ഭാഗം ഇവിടെ ഒരു ബൈപ്പാസ് വരുന്നുണ്ട്, ഈ ഭാഗത്തൊരു ബൈപ്പാസ് വരുന്നുണ്ട് ഹെഡില്. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ചിട്ട് ഫുള്ളായിട്ട് ദ്രവിച്ചു പോയേക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇത് താഴോട്ട് ആരോ MC-യിലിട്ട് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് MC-യിലാണ് ഈ കാണുന്നത്, മീൻസ് ഇവിടുന്ന് ലീക്കായിട്ട് ഹെഡ് അഴിക്കാണ്ട് MC-യിൽ പുറത്തുനിന്ന് വെച്ചേക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഫുള്ളായിട്ട് ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടുന്ന് കൂളന്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ MC-യിൽ ഇട്ടു. കുറെ നാൾ കസ്റ്റമർ വണ്ടി ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ MC-യിലും തള്ളിയിട്ട് കൂളന്റ് ലീക്ക് ആവാൻ തുടങ്ങി. അങ്ങനെ വണ്ടി ഓവർ ഹീറ്റ് ആവാനായിട്ട് തുടങ്ങി. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഇതെല്ലാം ഈ കട്ടിക്ക് നിൽക്കുന്നതെല്ലാം MC-യിലാണ് ഈ കട്ടിക്ക് നിൽക്കുന്നത്. നമുക്ക് ഇതെല്ലാം ഫുള്ള് എടുത്ത് ലെയ്ത്തിൽ കൊടുത്തിട്ട് പുതിയ സ്റ്റഡി അടിക്കണം, അതുപോലെ തന്നെ ഹെഡ് ഫേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിക്കാനുള്ള ഒരു മെയിൻ കാരണം, കൂളന്റ് ഒഴിക്കാതെ വണ്ടി ഓടിക്കുന്നതാണ് ഇങ്ങനെ തുരുമ്പ് പിടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള എൽബോകൾക്കൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ നേരെ ഹെഡ് അഴിക്കേണ്ടതാണെങ്കിൽ ഹെഡ് അഴിച്ച് സ്റ്റഡി ചെയ്തിട്ട് പുതിയ സ്ലീവ് ഇട്ടിട്ട് ആ പിന്ന് അടിച്ചിട്ട് ലേറ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് തന്നെ ചെയ്ത് എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ MC-യിൽ വെക്കും, നല്ല ലോങ് ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് ഒരു ഓയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയല്ല എന്ന് പറയുന്നത്. കാരണം ഇത് ഫുള്ള് സ്ലഡ്ജ് ആണ് ഇതിൽ വന്ന് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് സ്ലഡ്ജ് വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ഇത് ലേറ്റ് കൊടുത്തിട്ട് നമുക്ക് പുതിയ സ്റ്റഡി ചെയ്യണം. അതുപോലെ തന്നെ ഹെഡ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വാൽവ് സീറ്റും കാര്യങ്ങളും സ്റ്റെം സീലും കാര്യങ്ങളും ഒക്കെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റേഡിയേറ്ററിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ റേഡിയേറ്ററിന്റെ ക്യാപ്പ് നമ്മൾ തുറക്കുമ്പോൾ ഇതിലോട്ട് നോക്കിയാൽ ചെളിയാണ് ഇതിനകത്ത് വന്ന് നിൽക്കുന്നത്. ഈ നിൽക്കുന്നതെല്ലാം ഫുള്ള് ചെളിയാണ്, അതായത് ഊര് പോലെ ചെളിയാണ് വന്നിരിക്കുന്നത്. അകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ചെളി വന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാം ഫുള്ള് ചെളിയാണ് ഇതിനകത്ത്, നല്ല കട്ടിക്ക് ചെളിയാണ് ഇതിനകത്ത് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ റേഡിയേറ്ററിന്റെ അകത്തെ കൂറുകളൊക്കെ ഫുള്ള് ബ്ലോക്കാണ്, വെള്ളത്തിന്റെ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഈ റേഡിയേറ്റർ നമുക്ക് ഈ കൂട്ടത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പമ്പ് കാര്യങ്ങൾ, ടൈമിംഗ് ചെയിൻ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ കണ്ടതാണ്, ഹെഡിന്റെ അവസ്ഥ കണ്ടതാണ്. ആ പ്ലഗിന്റെ സിലിണ്ടറിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പിന്നെ വെള്ളം ഇറങ്ങിയതിന്റെ പാട് കണ്ടാണ്. 1, 3 സിലിണ്ടർ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മീൻസ്
ഇതിനകത്ത് കൂളന്റ് ഒഴിക്കാതെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വെറുതെ എഞ്ചിൻ പണിയിലേക്ക് അത് പോകും. വെറുതെ ഒരു 200 മാക്സിമം പോയ ഒരു 300 രൂപയ്ക്ക് കൂളന്റ് ഒഴിക്കാതെ നമ്മൾ പച്ചവെള്ളത്തിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഹെഡിന്റെ ഭാഗങ്ങൾ ദ്രവിക്കും. അതുപോലെ തന്നെ പോകുന്ന ഇരുമ്പ് പൈപ്പുകളെല്ലാം ദ്രവിക്കും. വാട്ടർ പമ്പിന്റെ ഇമ്പലർ ദ്രവിക്കും. അതുപോലെ തന്നെ ഈ കണ്ടതുപോലെ ഇതിന്റെ ആ ഹെഡിൽ വരുന്ന ആ സ്റ്റഡി ദ്രവിച്ചിട്ട് MC-യിൽ വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ MC-യിൽ വെച്ച് കഴിഞ്ഞാൽ അധികം നാൾ ഓടാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന അവസരത്തിൽ നല്ല രീതിയിൽ ലീക്ക് ആവും, എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും, എഞ്ചിൻ പിസ്റ്റം വരെ പിടിച്ചു നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഈ ഹെഡ് അടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളന്റ് ഒഴിക്കാതെ വണ്ടി ഓടിച്ചതിന്റെ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടിയുടെ ഹെഡ് നമുക്ക് അഴിച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ പീരിയോഡിക്കലായിട്ട് ഒരു 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു 20-25 ഇടയ്ക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു കൂളന്റ് കറക്റ്റ് ആയിട്ട് തന്നെ മാറി വിടുക. ഇല്ല അഥവാ 20,000 കിലോമീറ്റർ നമുക്ക് ഓടാൻ സാധിച്ചില്ല ഒരു വർഷത്തിനിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ ഒരു വർഷത്തിനിടയ്ക്കായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ഈ കൂളന്റ് മാറ്റി വിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് എഞ്ചിൻ ഓയിലിന്റെ അവസ്ഥയും. എഞ്ചിൻ ഓയിൽ ഇതിന്റെ സ്ട്രെയിനറും ശരിക്കും ബ്ലോക്ക് ആണ്. അതേപോലെ സ്ലെഡ്ജ് താഴെ ക്രാങ്ക് കേസിലും കാര്യങ്ങളൊക്കെ സ്ലെഡ്ജ് ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പൊ എഞ്ചിൻ ഓയിൽ മാറിയില്ലെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ 10,000 കിലോമീറ്ററിന്റെ സിന്തറ്റിക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ 10,000 കിലോമീറ്റർ വരെ ചിലപ്പോൾ ഒരു 2-3 കൊല്ലം കൊണ്ടായിരിക്കും ഈ 10,000 കിലോമീറ്റർ ഓടുന്നത്. അപ്പൊ ഈ 10,000 കിലോമീറ്റർ 3 കൊല്ലത്തിലാണ് ഇത് മാറുന്നതെന്നുണ്ടെങ്കിൽ സ്ലെഡ്ജ് പൂർണ്ണമായിട്ടും വരും. അപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ തന്നെ ഓയിൽ ഓടിയാലും ഓടിയില്ലല്ലോ ആ 8 മാസത്തിനുള്ളിൽ തന്നെ ആ ഓയിൽ മാറി വിടുക. അപ്പോൾ ഓയിൽ കൂളന്റ് ഇത് കറക്റ്റ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെഡ് അടിച്ച് ചിലപ്പോൾ എഞ്ചിൻ പണിയിലേക്ക് തന്നെ അത് പോയെന്ന് വരും. ഇപ്പൊ ഹെഡ് നമുക്ക് എഴുതി കൊടുത്ത് അതിന്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വാൽവ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്റ്റെംസീൽ മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ആ ഹെഡിന്റെ അവസ്ഥ നമ്മൾ കണ്ടാണ് ആ തുരുമ്പും കാര്യങ്ങളൊക്കെ അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ പണിയിലേക്ക് പോകാതെ തന്നെ കറക്റ്റ് ആയിട്ട് കൂളന്റ് ഒഴിച്ച് വണ്ടി ഓടിക്കുക. ഏത് വണ്ടിയാണെങ്കിലും കറക്റ്റ് ആയിട്ട് കൂളന്റ് ഒഴിച്ച് വണ്ടി ഓടിക്കുക. ഇതിനെ സംബന്ധിച്ച് ഇത് ഓവർ ഹീറ്റ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ആ കൂളന്റ് ഒഴിക്കാണ്ട് പച്ചവെള്ളത്തിൽ ഓടിയിട്ട് ദ്രവിച്ചു പോയിട്ട് പൈപ്പ് ദ്രവിച്ചു പോയിട്ട് അങ്ങനെ കൂളന്റ് ലീക്ക് ആയതാണ്. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ K10 ആണ് ഈ വണ്ടി. ഇതിന്റെ ഓവർ ഹീറ്റിനെ കുറിച്ച് അതുപോലെ തന്നെ ഹെഡിന്റെ അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.